നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഒരു പിടി വമ്പൻ ഫ്രണ്ട്ലി മത്സരങ്ങൾ നടന്ന രാത്രിയാണ്. വമ്പന്മാരിറങ്ങി. റിസൾട്ട് എന്തായി? ജർമ്മനി ജയിച്ചു കയറി സ്വിറ്റ്സർലൻഡിനോട്. 2 തവണ പുറകിൽ പോയ ശേഷമാണ് അവർ ജയിച്ചു കയറിയത്. എടുത്തു പറയണം ഫ്ലോറിൻ വേർട്സിൻ്റെ പ്രകടനം. ഇരട്ട ഗോളുകളും ഇരട്ട അസിസ്റ്റുമായിട്ട് അദ്ദേഹം തിളങ്ങി. അങ്ങനെ ഒടുവിൽ 85-ാമത്തെ മിനിറ്റിൽ വിജയ ഗോൾ. അങ്ങനെയാണ് ജർമ്മനി വിജയിക്കുന്നത്. വേർട്സ് 61-ാമത്തെ മിനിറ്റിലും 85-ാമത്തെ മിനിറ്റിലും ഗോളടിച്ചു. തായും നാബ്ലിയുമാണ് അവരുടെ ബാക്കി ഗോളുകൾ നേടിയത്. സ്വിറ്റ്സർലൻഡാണ് കളിയിൽ ആദ്യം ഗോളടിക്കുന്നത്. എൻഡോയിലൂടെ 17-ാമത്തെ മിനിറ്റിൽ അവർ ലീഡ് എടുത്തു. എന്നാൽ തായിലൂടെ 26-ാമത്തെ മിനിറ്റിൽ ജർമ്മനി ഒപ്പം പിടിച്ചു. വീണ്ടും സ്വിറ്റ്സർലൻഡ് ആ ലീഡ് എടുക്കുന്നത്. എംബോളോയിലൂടെ 41-ാമത്തെ മിനിറ്റിൽ അവർ ലീഡ് വീണ്ടും പിടിക്കുന്നു. സെർജി നാബ്ലി അതിന് മറുപടി കൊടുക്കുന്നു. ആദ്യ പകുതിയുടെ അവസാനത്തിൽ 2-2 സമനില. ഇടവേളയ്ക്ക് ശേഷം പക്ഷേ 61-ാമത്തെ മിനിറ്റിൽ വേർട്സിൻ്റെ ആദ്യ ഗോൾ. ജർമ്മനി മുന്നിൽ. എന്നാൽ മൊണ്ടേഡോയിലൂടെ സ്വിറ്റ്സർലൻഡ് വീണ്ടും ഒപ്പം പിടിക്കുന്നു. കളി ആ രൂപത്തിൽ 79-80 മിനിറ്റ് കഴിയുമ്പോൾ 3-3. എന്നാൽ അവസാനം 85-ാമത്തെ മിനിറ്റിൽ വേർട്സിൻ്റെ 2ാമത്തെ ഗോൾ കൂടി കണ്ടെത്തിയതോടെ 3-4 ജർമ്മനി വിജയിച്ച് കയറുകയായിരുന്നു. അതേസമയം ഗംഭീര വിജയം തന്നെ നേടിയിരിക്കുന്നു സ്പെയിൻ എന്ന കാര്യം പറയണം. സെർബിയ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് അവർ തോൽപ്പിച്ചിരിക്കുന്നത്. ഒയർസബാൾ ഇരട്ട ഗോളുകൾ. ഇപ്പോൾ സ്പെയിനു വേണ്ടി കളിക്കാൻ ഇറങ്ങിയാൽ ഒയർസബാൾ മിന്നുന്ന കാഴ്ചയാണ് കാണുന്നത്. മുനോസ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങി ഉടൻ ഗോളടിച്ചു. അങ്ങനെ സ്പെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്കോറിംഗ് വന്നിരിക്കുന്നു. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വമ്പൻ വിജയം തന്നെ സ്പെയിൻ അവിടെ നേടിയിരിക്കുകയാണ്. അതേസമയം മൊറോക്കോ വേഴ്സസ് ഇക്വഡോർ മത്സരം 1-1 സമനില അവസാനിച്ചു. നെതർലൻഡ്സ് നോർവേയെ 2-1 പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നെതർലൻഡ്സിന് വേണ്ടി വാൻഡേക്കും റെയിൻഡേഴ്സുമാണ് ഗോളുകൾ അടിച്ചത്. അതേസമയം നോർവേയുടെ ഗോള് ഷുൾട്രിപ്പിൻ്റെ വകയായിരുന്നു. ആദ്യം ഗോൾ അടിച്ച് നോർവേ ആയിരുന്നു, പക്ഷേ പിന്നീട് 2 ഗോൾ മടക്കി അടിച്ചുകൊണ്ട് നെതർലൻഡ്സ് വിജയിച്ചു കയറി. അതേസമയം ഉറുഗ്വായ് വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം അവസാനം വരെ ഇംഗ്ലണ്ട് ജയിക്കുമെന്ന് തോന്നി. പക്ഷേ അവസാനത്തിൽ ഫെഡെ വാൽവർദയുടെ ആ ഒരു പെനാൽറ്റി ഗോൾ മത്സരം സമനിലയിൽ എത്തിക്കുകയായിരുന്നു. 1-1 സമനില. വൈറ്റിലൂടെ 81-ാമത്തെ മിനിറ്റിൽ ഇംഗ്ലണ്ട് ലീഡ് എടുത്തു. എന്നാൽ അവസാന ഘട്ടത്തിൽ ലഭിച്ച പെനാൽറ്റി ഫെഡെ വാൽവർദ ഗോളാക്കി. 1-1 സമനിലയിൽ മത്സരം അവസാനിച്ചു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.